ചാപ്റ്ററിലെ രണ്ടാമത്തെ റിസൾട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പൊസിഷൻ ഓഫ് എ പോയിന്റ് ഇൻ എ സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിലെ ബിന്ദുക്കളുടെ സ്ഥാനം. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു റിസൾട്ടിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് സെമി സർക്കിൾ, അർദ്ധവൃത്തമാണ്. സോ അതിന് നമ്മൾ ഈ സർക്കിളിന്റെ ഡയമീറ്റർ വരയ്ക്കുന്നു. നമുക്കറിയാം ഡയമീറ്റർ സർക്കിളിനെ രണ്ട് സെമി സർക്കിൾസ് ആക്കുന്നു. സോ ഇവിടെ ഞാൻ AB എന്ന ഡയമീറ്റർ വരച്ചിട്ടുണ്ട്. ഈ സെമി സർക്കിളിലെ പോയിന്റുകൾ, ബിന്ദുക്കളുടെ സ്ഥാനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിലുള്ള ബിന്ദു ആണെങ്കിൽ എന്തായിരിക്കും റിലേഷൻ? പോയിന്റ് സെമി സർക്കിളിന്റെ ഉള്ളിലാണെങ്കിൽ എന്തായിരിക്കും റിലേഷൻ? പോയിന്റ് സെമി സർക്കിളിന് പുറത്താണെങ്കിൽ എന്തായിരിക്കും റിലേഷൻ എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ വീഡിയോ കാണാം. റിസൾട്ട് 1 നമ്മൾ പഠിച്ചതാണ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. അർദ്ധവൃത്തത്തിലെ കോണുകൾ മട്ടകോണുകളാണ്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ചിത്രം കാണാം. അവിടെ ഒരു സെമി സർക്കിൾ കാണാം. സെമി സർക്കിളിൽ ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് 90 ഡിഗ്രി ആണെന്ന് കാണാം. അപ്പോൾ ഈ സെമി സർക്കിൾ, ഈ അർദ്ധവൃത്തത്തിൽ ഏത് പോയിന്റ് എടുത്താലും ആംഗിൾ 90 ഡിഗ്രി തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, അത് ഏത് പോയിന്റിൽ മാറുമ്പോഴും അത് 90 ഡിഗ്രി തന്നെയാണ് വരുന്നത്. അതാണ് റിസൾട്ട് 1 പറയുന്നത്, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. ഇനി വലതുവശത്ത് കാണുന്ന ചിത്രത്തിലേക്ക് നോക്കുക. അവിടെ നിങ്ങൾക്കൊരു ബ്ലൂ ട്രയാങ്കിൾ കാണാം. ആ ബ്ലൂ ട്രയാങ്കിളിന്റെ രണ്ട് വേർട്ടീസസും ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ആണ്. ത്രികോണത്തിന്റെ രണ്ട് മൂലകളും വൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റത്താണുള്ളത്. മൂന്നാമത്തെ വേർട്ടെക്സ് ആയ എഫിന്റെ സ്ഥാനമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ എഫിന്റെ ആംഗിൾ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം 106 ഡിഗ്രിയാണ്, 106 ഡിഗ്രിയാണ്. അത് 90 ഡിഗ്രിയേക്കാളും കൂടുതലാണ്. So if angle is greater than 90 degree, vertex is inside the circle. അതാണ് റിസൾട്ട് 2 പറയുന്നത്. ഒരു ട്രയാങ്കിളിന്റെ 3 വേർട്ടെക്സുകളിൽ 2 ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ആയാൽ മൂന്നാമത്തെ വേർട്ടെക്സിന്റെ സ്ഥാനം കാണുന്നതിന് ആ വേർട്ടെക്സിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കിയാൽ മതി. ആ ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് വരുന്നതെങ്കിൽ that vertex is inside the circle. 90 ഡിഗ്രി ആകുമ്പോൾ നമുക്കറിയാം ദാറ്റ് വേർട്ടെക്സ് ഈസ് ഓൺ ദ സർക്കിൾ, വൃത്തത്തിൽ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അത് കാണാൻ കഴിയും. 90 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ വേർട്ടെക്സ് സർക്കിളിലാണ് വരുന്നത്. 90 ഡിഗ്രിയേക്കാൾ ചെറുതാകുമ്പോൾ വേർട്ടെക്സ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിന് പുറത്താണ്. So if angle is less than 90 degree, vertex is outside the circle. If angle is 90 degree, vertex is on the circle. If angle is greater than 90 degree, vertex is inside the circle. ഇതാണ് റിസൾട്ട് 2 നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലായത് എന്താണ്? ഡയമീറ്ററിനെ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ 3 പോയിന്റ്സ് ആണ് എടുത്തത്. ഒന്ന് സെമി സർക്കിളിലുള്ള പോയിന്റ്, രണ്ടാമത്തത് ഉള്ളിലുള്ള പോയിന്റ്, മൂന്നാമത്തത് പുറത്തുള്ള പോയിന്റ്. ഒന്നാമത്തെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ റിസൾട്ടിലേക്ക് എത്തിയത്. ഒന്നാമത്തെ റിസൾട്ടിൽ നമ്മൾ പഠിച്ചിരുന്നു ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആണ് ആംഗിൾ എങ്കിൽ ആ പോയിന്റ് എവിടെയാണ് ഉണ്ടാവുക? ഓൺ ദ സർക്കിൾ, ഓൺ ദ സെമി സർക്കിൾ. ഓക്കെ, ഇത് ഉള്ളിലുള്ള പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ അത് എന്തായാലും 90 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ പോയിന്റ് എവിടെയായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ, സർക്കിളിന്റെ ഉള്ളിലായിരിക്കും. പുറത്തുള്ള പോയിന്റ് ആണെങ്കിൽ അതിന്റെ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ അത് 90 ഡിഗ്രിയേക്കാളും കുറവാണ് വരിക. കുറവ് വരുമ്പോൾ അത് സർക്കിളിന്റെ പുറത്തായിരിക്കും. ഇവിടെ നിങ്ങൾ ഇങ്ങനെ നമ്മൾ 3 പോയിന്റ്സ് വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ P ഇട്ടു, ഇത് Q, ഇത് R. അപ്പൊ ട്രയാങ്കിൾ APB, എയും ബിയും ഈ 3 ട്രയാങ്കിളിലും ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ആണ്. ആ 2 പോയിന്റ്സും സർക്കിളിനകത്താണ് ഉള്ളത്. സർക്കിളിലെ പോയിന്റുകളാണ് എയും ബിയും.
അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് മൂന്നാമത്തെ വേർട്ടെക്സ്, മൂന്നാമത്തെ ശീർഷകത്തിന്റെ സ്ഥാനമാണ്. ട്രയാങ്കിൾ എ പി ബിയില് ആംഗിൾ പി 90 ഡിഗ്രി ആണെങ്കിൽ പി എവിടെയാണുള്ളത്? പി ഈസ് ഓൺ ദ സർക്കിൾ, പി വൃത്തത്തിലാണ്. ഓക്കെ, ട്രയാങ്കിൾ അടുത്തത് എ ക്യു ബിയില് ക്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. ആംഗിൾ ക്യൂ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ക്യൂവിന്റെ പൊസിഷൻ എവിടെയാണ്? ക്യൂ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിന്റെ ഉള്ളിലാണ്. അടുത്ത ട്രയാങ്കിൾ നമുക്ക് കാണുന്നത് എ ആർ ബി ആണ്. ട്രയാങ്കിൾ എ ആർ ബിയില് ആംഗിൾ ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ആ ആംഗിൾ, ആ പോയിന്റ് എവിടെയാണ്? ആർ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിന്റെ പുറത്താണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നൊരു ഫിഗർ ഒക്കെ തന്നിട്ട് ഈ പോയിന്റിന്റെ പൊസിഷൻ ചോദിക്കുന്നതാണ് സാധാരണ എക്സാമിന് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ പോയിന്റിൽ വരുന്ന, നമുക്ക് പിയുടെയും ക്യൂവിന്റെയും ആറിന്റെയും സ്ഥാനമാണ് ഇവിടെ കാണേണ്ടത്. പിയിലെ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് പോയിന്റ് ഈസ് ഓൺ ദ സർക്കിൾ, വൃത്തത്തിലാണ്. ആംഗിൾ ക്യൂവിന്റെ സ്ഥാനമാണ് കാണേണ്ടത്. അവിടുത്തെ കോണ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ദാറ്റ് പോയിന്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ആ പോയിന്റ് വൃത്തത്തിനുള്ളിലാണ്. ഏത് പോയിന്റിന്റെ പൊസിഷനാണോ, ഏത് വെർട്ടെക്സിന്റെ പൊസിഷനാണോ കാണേണ്ടത്, അവിടുത്തെ കോണ് 90 ഡിഗ്രിയേക്കാളും കുറവാണെങ്കിൽ, ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് പോയിന്റ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിന് പുറത്താണ്. ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ റിസൾട്ട് നമുക്ക് പഠിക്കാം. പൊസിഷൻ ഓഫ് വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ എ സർക്കിൾ വിത്ത് 2 വെർട്ടീസസ് ഓൺ ദ ഡയമീറ്റർ. ത്രികോണത്തിന്റെ 2 ശീർഷകങ്ങൾ വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളായാൽ മൂന്നാം ശീർഷകത്തിന്റെ സ്ഥാനം. ഇഫ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, വെർട്ടെക്സ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. ഇഫ് ആംഗിൾ ഈസ് 90 ഡിഗ്രി, വെർട്ടെക്സ് ഈസ് ഓൺ ദ സർക്കിൾ. If angle is less than 90 degree, vertex is outside the circle. കോൺ 90 ഡിഗ്രിയിൽ കൂടുതലായാൽ ശീർഷം വൃത്തത്തിന്റെ ഉള്ളിലാണ്. കോൺ 90 ഡിഗ്രി ആണെങ്കിൽ ശീർഷം വൃത്തത്തിലാണ്. കോൺ 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ ശീർഷം വൃത്തത്തിന് പുറത്താണ്. അപ്പൊ ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസും ചെയ്യാം, SSLCക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും നമുക്കിനി ചെയ്യാം. Textbook exercise question number 1, page number 42. Suppose we draw a circle with the bottom side of the triangles in the picture as diameter. Find out whether the top corner of each triangle is inside the circle, on the circle or outside the circle. ചിത്രത്തിലെ ത്രികോണങ്ങളുടെ താഴത്തെ വശം വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ ഓരോ ത്രികോണത്തിന്റെയും മേൽമൂല വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് കണ്ടുപിടിക്കും. അപ്പൊ നമുക്കിവിടെ ചിത്രം തന്നിട്ടുണ്ട്. ഇതാണ് ഈ 3 ട്രയാങ്കിളിന്റെയും ബോട്ടം സൈഡ് ആണല്ലോ. ഇവിടെ ഒരു ഗ്രീൻ ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ബോട്ടം സൈഡും ഈ ബ്ലൂ ആണ്. റെഡ് ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ബോട്ടം സൈഡും ബ്ലൂ ആണ്. വലിയൊരു ബ്ലൂ ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ബോട്ടം സൈഡും ഈ ബ്ലൂ സൈഡ് തന്നെയാണ്. അത് ഡയമീറ്റർ ആക്കണം, അത് വ്യാസമായിട്ട് നമ്മൾ സർക്കിള് വരച്ചാൽ ഈ ഓരോ ട്രയാങ്കിൾസിന്റെയും മൂന്നാമത്തെ വെർട്ടെക്സിന്റെ പൊസിഷനാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഉള്ളില് ഒരു ഗ്രീൻ ട്രയാങ്കിൾ ഉണ്ട്, അതിലെ മൂന്നാമത്തെ വെർട്ടെക്സിന്റെ പേര് നമുക്ക് പി എന്ന് കൊടുക്കാം. രണ്ടാമതായിട്ട് നമുക്ക് റെഡ് ട്രയാങ്കിൾ കാണാം, അതിന്റെ മൂന്നാമത്തെ വെർട്ടെക്സിന്റെ പേര് നമുക്ക് ക്യൂ എന്ന് കൊടുക്കാം. പുറത്ത് നമുക്കൊരു വലിയ ട്രയാങ്കിൾ ആയിട്ട് ഒരു ബ്ലൂ ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ മൂന്നാമത്തെ വെർട്ടെക്സിന്റെ പേര് നമുക്ക് ആർ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്കിവിടെ പിയുടെയും ക്യൂവിന്റെയും ആറിന്റെയും പൊസിഷൻ കാണാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എ ബി ഡയമീറ്റർ ആണ്. അപ്പൊ ആംഗിൾ പി, നമ്മൾ പിയുടെ ആണ് സ്ഥാനം കാണുന്നത്. പൊസിഷൻ ഓഫ് പി, പിയുടെ സ്ഥാനം. പിയുടെ സ്ഥാനം കാണണമെങ്കിൽ പിയിലുള്ള ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ആംഗിൾ പി എത്രയാണ്? 110 ഡിഗ്രിയാണ്. ഇത് 90 ആയിട്ട് കമ്പയർ ചെയ്യണം നിങ്ങൾ. 110 ഡിഗ്രി 90യേക്കാളും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പിയുടെ പൊസിഷൻ എവിടെയാണ്? പി ഈസ്, നമ്മൾ റിസൾട്ട് പഠിച്ചതാണ്, ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിൽ ഉള്ളിലാണ്.
ഓക്കെ. രണ്ടാമത്തത് നമ്മൾ ക്യൂവിന്റെ പൊസിഷനാണ് കാണുന്നത്. പൊസിഷൻ ഓഫ് ക്യൂ, ക്യൂവിന്റെ സ്ഥാനം. അപ്പൊ ക്യൂവിലെ ആംഗിൾ എത്രയാണെന്ന് നോക്കിയാൽ മതി. ക്യൂവിന്റെ ആംഗിൾ എത്രയാണ്? ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 90 ഡിഗ്രി. അത് എഴുതണമെന്നില്ല, ഈ ഒരു സിമ്പിൾ കണ്ടാൽ തന്നെ എന്താണ് അർത്ഥമാക്കുന്നത്? 90 ഡിഗ്രി എന്നാണ്. ക്യൂ 90 ഡിഗ്രി ആണെങ്കിൽ, ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ പോയിന്റ് എവിടെയാ ഉണ്ടാവുക? ക്യൂ ഈസ് ഓൺ ദ സർക്കിൾ, വൃത്തത്തിൽ തന്നെയാണ്. ഓക്കെ. ഇനി മൂന്നാമതായിട്ട് നമുക്കുള്ളത് പൊസിഷൻ ഓഫ് ആർ ആണ്. അപ്പൊ ആറിന്റെ കോണളവ് എത്രയാന്ന് നോക്കുക. ആംഗിൾ ആർ 70 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയേക്കാളും കുറവാണ്. 90 ഡിഗ്രിയേക്കാളും കുറവാണെങ്കിൽ ആറിന്റെ പൊസിഷൻ എവിടെയാണ്? ആർ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇങ്ങനെ പേര് കൊടുത്ത് എഴുതുമ്പോൾ, ക്വസ്റ്റിനകത്ത് പേരൊന്നും തന്നില്ലെങ്കിൽ നമ്മൾ പേര് കൊടുത്ത് എഴുതുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ വൃത്തിയിൽ എഴുതാൻ കഴിയും. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 2 പേജ് നമ്പർ 42. ചിത്രം ശ്രദ്ധിക്കുക. ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ചെക്ക് വെദർ ദ അതർ ടു കോർണേഴ്സ് ആർ ഇൻസൈഡ് ഓൺ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ വിത്ത് ദാറ്റ് ഡയഗണൽ ആസ് ഡയമീറ്റർ. ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ ഓരോ വികർണവും വ്യാസമായി വരച്ചാൽ ആ വികരണത്തിൽ അല്ലാത്ത എതിർമൂലകൾ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് കണ്ടുപിടിക്കും. ഇത് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജത്തില് 2 ഡയഗണൽസ്, 2 വികരണങ്ങൾ വരയ്ക്കാമെന്ന് നമുക്കറിയാം. സോ അതിൽ ഓരോ ഡയഗണൽസും ഡയമീറ്ററായി എടുത്തു കഴിഞ്ഞാൽ മറ്റ് 2 പോയിന്റുകളുടെ പൊസിഷൻ എവിടെയാണ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. ഈ 4 വേർട്ടീസസിനും പേര് കൊടുക്കാം. ഓക്കെ. നമുക്ക് എ, ബി, സി, ഡി 4 വേർട്ടീസസിനും പേര് കൊടുത്തു. ഇവിടെ നമുക്ക് 3 വേർട്ടക്സിന്റെ ആംഗിൾസ് ആണ് അറിയുള്ളൂ. 4ാമത്തെ വേർട്ടക്സിന്റെ ആംഗിളും കൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് 4th ആംഗിൾ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എത്രയാന്ന് ആദ്യം കണ്ടുപിടിക്കണം. ചതുർഭുജത്തിന്റെ 4ാം കോണിന്റെ അളവ്. 4th വേർട്ടക്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജത്തിന്റെ എല്ലാ കോണുകളും തമ്മിൽ കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പോൾ ആകെയുള്ള 360 ഡിഗ്രിയിൽ നിന്ന് മറ്റ് 3 സമ്മ് കുറച്ചാൽ മതി. 105 പ്ലസ് 110 പ്ലസ് 55 കുറയ്ക്കുന്നു. ഓക്കെ. 360 ഡിഗ്രിയിൽ നിന്ന് ഈ 3 സമ്മ് കുറയ്ക്കും. 105ഉം 110ഉം 55ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 270 എന്നാണ് കിട്ടുക. 360ൽ നിന്ന് 270 കുറച്ചാൽ നമുക്ക് 90 എന്ന് കിട്ടും. സോ 4ാമത്തെ വെർട്ടെക്സ്, അതവിടെ നമ്മൾ മാർക്ക് ചെയ്യാത്ത ബിയുടെ ആംഗിൾ നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അത് 90 ഡിഗ്രി ആണ്. ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ മുന്നോട്ടേക്ക് പോകാം. നമ്മളോട് പറഞ്ഞു ഈ ക്വാഡ്രിലാറ്ററലിലെ ഓരോ ഡയഗണൽസും ഡയമീറ്ററായി സങ്കല്പിച്ച് മറ്റ് 2 വേർട്ടീസസുകളുടെ സ്ഥാനം കണ്ടുപിടിക്കാനാണ്. സോ നമുക്ക് ആദ്യം എ സി ഡയമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യും. എ സി ആ ഒരു ഡയഗണൽ വരച്ചു, എ സിനെ ഡയമീറ്റർ ആക്കി വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബിയും ഡിയുമാണ് എതിർ മൂലകൾ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ബിയുടെയും ഡിയുടെയും പൊസിഷൻ കാണും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഹെഡിങ് എഴുതാം. കൺസിഡർ എ സി ആസ് ഡയമീറ്റർ. വികരണം എ സിയെ വ്യാസമായി പരിഗണിക്കും. ഓക്കെ. കൺസിഡർ ഡയഗണൽ എ സി. ഡയഗണൽ എ സി, വികരണം എ സി വ്യാസമായി പരിഗണിക്കുന്നു. അങ്ങനെയാകുമ്പോൾ മറ്റ് 2 സ്ഥാനമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബിയുടെയും ഡിയുടെയും പൊസിഷനാണ് എ സി ഡയമീറ്റർ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. സോ പൊസിഷൻ ഓഫ് ബി. ഒരു വെർട്ടെക്സിന്റെ പൊസിഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ ആംഗിൾ എത്രയാന്ന് നോക്കുക. ആംഗിൾ ബി എത്രയാണ്? ചിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടും. 90 എന്ന് വന്നാൽ ബിയുടെ പൊസിഷൻ എവിടെയാണ്? ബി വൃത്തത്തിൽ തന്നെയാണ്. ബി ഈസ് ഓൺ ദ സർക്കിൾ. മനസ്സിലായോ? ഇനി അടുത്തത് ഏതാണ്? ബി കഴിഞ്ഞാൽ
എ സി ഡയമീറ്റർ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വെർട്ടീസസുകൾ ഏതൊക്കെയാണ്? ബിയും ഡി. ഇനി അടുത്ത് നമ്മൾ ഡിയുടെ പൊസിഷൻ കാണും. പൊസിഷൻ ഓഫ് ഡി അത് കാണണമെങ്കിൽ ആംഗിൾ ഡി എത്രയാണെന്ന് നോക്കുക. ആംഗിൾ ഡി 55 ഡിഗ്രിയാണ്. അത് 90 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രിയാണ്, കുറവാണ്. 90യേക്കാളും കുറവാണ്. കുറവാണെങ്കിൽ ഡി എവിടെയാണ്? ഡി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഡി വൃത്തത്തിന് പുറത്താണ്. അതായത് എ സി ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചാൽ ബി സർക്കിളിലെ പോയിന്റ് ആണ്, ഡി സർക്കിളിന് പുറത്താണ്. ഇനി നമ്മൾ അടുത്ത ഡയഗണൽ, ഇവിടെ എ സി മാത്രമല്ല ഈ ക്വാഡ്രിലാറ്ററൽ ഡയഗണലായിട്ട് വരിക, എന്തും വരും? ബി ഡിയും ഡയഗണലായിട്ട് വരയ്ക്കും. ഈ ഡി എന്ന ഡയഗണലിനെ വ്യാസമായി പരിഗണിച്ചാൽ, ഡയമീറ്ററായി പരിഗണിച്ചാൽ എയുടെയും സിയുടെയും പൊസിഷൻ നമുക്ക് കാണാം. ഓക്കെ, കൺസിഡർ diagonal BD as diameter. വികർണം ബി ഡിയെ വ്യാസമായി പരിഗണിച്ചാൽ മറ്റു രണ്ട് വെർട്ടീസസുകൾ ഏതൊക്കെയാണ്? എയും സി. അപ്പൊ എയുടെ സ്ഥാനം കണ്ടുപിടിക്കണം. പൊസിഷൻ ഓഫ് എ. എയുടെ സ്ഥാനം കണ്ടുപിടിക്കാൻ എയുടെ കോണളവ് നോക്കുക. ആംഗിൾ എ എത്രയാണ്? 105 ആണ്. അത് 90യേക്കാളും കൂടുതലാണ്. 90യേക്കാളും കൂടുതലാണെങ്കിൽ എയുടെ സ്ഥാനം എവിടെയാണ്? A is inside the circle. റിസൾട്ട് മറന്നു പോകരുത്. 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദ സർക്കിൾ, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ വൃത്തത്തിനുള്ളിലാണ്. ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രിയേക്കാളും ചെറുതാണെങ്കിൽ വൃത്തത്തിന് പുറത്താണ്, ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ, ഇനി അടുത്തത് സിയുടെ പൊസിഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ ഓഫ് സി. സിയുടെ പൊസിഷൻ കാണാൻ സിയുടെ ആംഗിൾ എത്രയാന്ന് നോക്കാം. സിയുടെ ആംഗിൾ ചിത്രത്തിൽ തന്നിരിക്കുന്നത് 110 ഡിഗ്രിയാണ്. അത് 90 ഡിഗ്രിയിൽ കൂടുതൽ തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ സിയുടെ പൊസിഷൻ എവിടെയാണ്? സി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. അതായത് നമ്മളിവിടെ ബി ഡി ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയുടെയും സിയുടെയും സ്ഥാനം എവിടെയായിരിക്കും? സർക്കിളിന്റെ ഉള്ളിൽ ആയിരിക്കും. Textbook exercise question number 3, page number 42. If circles are drawn with each side of a triangle of sides 5 cm, 12 cm and 13 cm are diameters, then with respect to each circle, where would be the third vertex? വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ ആയ ത്രികോണത്തിന്റെ ഓരോ വശവും വ്യാസമായി വൃത്തം വരച്ചാൽ മൂന്നാം മൂല വൃത്തത്തിന്റെ എവിടെയായിരിക്കുമെന്ന് കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ തന്നിട്ടുണ്ട്. ഒരു സൈഡ് 5 സെന്റിമീറ്റർ, രണ്ടാമത്തെ സൈഡ് 12 സെന്റിമീറ്റർ, മൂന്നാമത്തെ സൈഡ് 13 സെന്റിമീറ്റർ. ഈ അളവുകൾ വശങ്ങളായ ട്രയാങ്കിളിന് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ട്? 10ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഈ 3 സൈഡും തന്നാൽ അത് ഏത് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ കഴിയുന്നുണ്ടോ? നമുക്കറിയാം 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ 13 സ്ക്വയർ ആണല്ലോ. 5 സ്ക്വയർ 25, 12 സ്ക്വയർ 144. അത് രണ്ടും കൂട്ടിയാൽ നമുക്ക് 13 സ്ക്വയർ ആയ 169 കിട്ടും. അതായത് രണ്ട് വശത്തിന്റെ വർഗങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിന്റെ വർഗമാണ്. The sum of squares of two sides is the square of the third side. That means Pythagoras theorem satisfied here. Pythagoras theorem satisfy ചെയ്യുന്ന അംഗീകരിക്കുന്ന 3 വശങ്ങളാണ്, ത്രികോണത്തിന്റെ 3 വശങ്ങളാണിത് എന്ന് പറയുമ്പോൾ ഈ 3 സൈഡുകളും ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡുകളാണ്, ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളാണ്. ഏറ്റവും നീളം കൂടിയ വശമാണ് ഹൈപ്പോട്ടന്യൂസ്, അതാണ് 13 സെന്റിമീറ്റർ കർണം. മറ്റ് 2 സൈഡുകൾ പെർപെൻഡിക്കുലർ സൈഡ്സിന് നമുക്ക് ഒന്ന് 5ഉം ഒന്ന് 12ഉം ആയിട്ട് എടുക്കാം. അതെങ്ങനെ വേണമെങ്കിലും എടുക്കാം. 12 ഇവിടെയും 5 ഇവിടെയും എടുക്കാം. അപ്പൊ ഇങ്ങനെ 3 സൈഡ് തന്നാൽ പെട്ടെന്ന് തന്നെ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡുകളാണോ എന്ന് എല്ലാവർക്കും പറയാൻ കഴിയണമെന്നില്ല. അപ്പൊ 3 സൈഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
ഓരോ സൈഡിന്റെയും സ്ക്വയർ കാണാം. 2 കൂട്ടിയാൽ മൂന്നാമത്തെ സ്ക്വയർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയെങ്കിൽ ആ തന്നിരിക്കുന്ന 3 സൈഡുകളും റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡുകളായിരിക്കും, അല്ലെങ്കിൽ അല്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് 5ഉം 12ഉം 13ഉം ആണ് തന്നത്. നമ്മൾ ചെക്ക് ചെയ്തു പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന്. അത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. ഇപ്പൊ നമുക്ക് ഈ 3 സൈഡുകളുമായ റൈറ്റ് ട്രയാങ്കിൾ തന്നെ വരയ്ക്കാം. അപ്പൊ നമ്മൾ 3 സൈഡുകൾ 5, 12, 13 ആയ റൈറ്റ് ട്രയാങ്കിൾ ആണ് വരയ്ക്കുന്നത്. സോ ആദ്യം നമുക്ക് ബേസ് വരയ്ക്കാം. ഞാൻ കുറച്ച് നടുവിലായിട്ട് വരയ്ക്കുകയാണ്. ബേസ് ഞാൻ 5 സെന്റിമീറ്റർ എടുത്താണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി 12 സെന്റിമീറ്റർ പെർപെൻഡിക്കുലർ സൈഡാണ്. സോ നമുക്ക് 90 ഡിഗ്രി തന്നെ വേണം. 90 ഡിഗ്രിയിൽ നമ്മൾ 12 സെന്റിമീറ്റർ ലെങ്ത്തിൽ രണ്ടാമത്തെ സൈഡ് വരയ്ക്കുന്നു. ഈ 2 പോയിന്റും ജോയിൻ ചെയ്യുന്നതാണ് ഈ ട്രയാങ്കിളിന്റെ കർണം അഥവാ ഹൈപ്പോട്ടിന്യൂസ്. അതിന്റെ ലെങ്ത് 13 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് 5 സെന്റിമീറ്റർ, ഇത് 12 സെന്റിമീറ്റർ, ഇത് 13 സെന്റിമീറ്റർ. നമുക്കറിയാം ഇത് റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡുകളാണ്. സോ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് if circles are drawn with each side of a triangle as diameters, ഈ 3 സൈഡുകളും വ്യാസമായി വൃത്തങ്ങൾ വരയ്ക്കണം, സർക്കിള് വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ബേസ് 5 സെന്റിമീറ്റർ ആണ്. ആ 5 സെന്റിമീറ്റർ ഡയമീറ്റർ ആയി നമുക്ക് സർക്കിൾ വരയ്ക്കണം. അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? 2.5 സെന്റിമീറ്റർ ആണ്. നമുക്കൊരു കോമ്പസിൽ 2.5 സെന്റിമീറ്റർ മെഷർ ചെയ്ത് എടുത്ത് 2.5 സെന്റിമീറ്റർ പോയിന്റിൽ സെന്റർ ആക്കി നമ്മൾ സർക്കിൾ വരയ്ക്കണം. ആണല്ലോ, സെന്റർ 5 സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റർ 2.5 ആണ്. ആ പോയിന്റിലാണ് സെന്റർ വരിക. അത് തന്നെയാണ് റേഡിയസും വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡ് ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വെർട്ടെക്സിന്റെ സ്ഥാനമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ട്രയാങ്കിളിന്റെ പേര് കൊടുക്കാം. എ ബി സി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം വരച്ചത് ബി സി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചു. അപ്പോൾ എയുടെ പൊസിഷൻ എന്താണ്? സർക്കിളിന്റെ പുറത്താണ്, ആണല്ലോ. അപ്പൊ നമുക്ക് അതാണ് എഴുതേണ്ടത്. സോ ഇഫ് ദ സർക്കിൾ is drawn with diameter as BC, which is equal to 5 centimeter, the third vertex, the BC diameter ആണെങ്കിൽ third vertex ഏതാണ്? A ആണ്. The third vertex A is outside the circle. ഓക്കെ, ഇനി രണ്ടാമത് എ ബി ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. എ ബി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ സിയുടെ പൊസിഷൻ എവിടെയായിരിക്കുമെന്ന് കണ്ടെത്തണം. സോ എ ബിയുടെ ലെങ്ത് 12 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാകുമ്പോൾ റേഡിയസ് എത്രയാ വരിക? 6 സെന്റിമീറ്റർ ആണ് റേഡിയസ് വരിക. സോ നമുക്ക് സ്കെയിലിൽ 6 സെന്റിമീറ്റർ കോമ്പസും സ്കെയിലും എടുത്ത് 6 സെന്റിമീറ്റർ മെഷർ ചെയ്യാം. ഈ ലൈനിലും 6 സെന്റിമീറ്റർ വരുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് എയിലും ബിയിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കാം. എ ബി ഡയമീറ്റർ ആയിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ കഴിയും. അങ്ങനെ സർക്കിൾ വരയ്ക്കുമ്പോൾ സിയുടെ പൊസിഷൻ എവിടെയാണ്? ആ സർക്കിളിന്റെ
പുറത്താണെന്ന് കാണാം. ഓക്കെ, ഇഫ് ദ സർക്കിൾ ഈസ് ഡ്രോൺ with diameter as AB is equal to 12 centimeter. AB സമം 12 സെന്റിമീറ്റർ വശം വ്യാസമായി വൃത്തം വരച്ചാൽ മൂന്നാമത്തെ മൂലം, the third vertex, C is outside the circle. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ സൈഡ് എ സി ഉണ്ട്. എ സി ഡയമീറ്റർ ആയി നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. അങ്ങനെയെങ്കിൽ ബിയുടെ പൊസിഷൻ നമുക്ക് കണ്ടെത്താം. ഓക്കെ, സോ എ സി ലെങ്ത് 13 സെന്റിമീറ്റർ ആണ്. സോ റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് 6.5 സെന്റിമീറ്റർ ആയിരിക്കും. സോ നമുക്ക് സ്കെയിലിൽ 6.5 സെന്റിമീറ്റർ എടുക്കാം. 6.5 പോയിന്റിൽ 6.5 സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ബിയുടെ പൊസിഷൻ എവിടെയാണ്? ബി ഈസ് ഓൺ ദ സർക്കിൾ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ കേസിൽ നമുക്ക് എഴുതാം. ഞാൻ ഇവിടെ എഴുതുന്നു, ഇഫ് ദ സർക്കിൾ ഈസ് ഡ്രോൺ with diameter as AC is equal to 13 centimeter, the third vertex B is on the circle. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലം ചെയ്തത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ എടുത്തു ചെയ്തു. ഒരു ട്രയാങ്കിൾ വരച്ചു. ആദ്യം നമ്മൾ ചെക്ക് ചെയ്തത് റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡുകൾ തന്നെയാണോ എന്ന്. എന്നിട്ട് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ഓരോ സൈഡും ഡയമീറ്ററായി നമ്മൾ സർക്കിൾ വരച്ചിട്ട് മൂന്നാമത്തെ വേർട്ടെക്സിന്റെ പൊസിഷൻ കണ്ടുപിടിച്ചു. ഇത് ഇങ്ങനെ വരയ്ക്കണമെന്ന് തന്നെ ഉണ്ടോ? വരയ്ക്കാതെ തന്നെ നമുക്ക് ആ ഓരോ വേർട്ടെക്സിന്റെയും പൊസിഷൻ കണ്ടെത്താൻ പറ്റുമോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ABC. അപ്പോൾ വിത്തൗട്ട് ഡ്രോയിങ് ദ സർക്കിൾ നമുക്ക് മൂന്നാമത്തെ വെർട്ടെക്സിന്റെ പൊസിഷൻ കണ്ടെത്താൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ABC. ഓക്കെ, BC. അപ്പൊ നമുക്ക് B എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എയും സിയും കൂട്ടുമ്പോൾ 90 കിട്ടണം എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും എന്തായിരിക്കും? ലെസ് ദാൻ 90 ഡിഗ്രികൾ ആയിരിക്കും. ഇത് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ BC ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ എയുടെ പൊസിഷൻ കാണണമെങ്കിൽ എയുടെ ആംഗിൾ ഏതാ നോക്കിയാൽ ലെസ് ദാൻ 90 ആണ്, 90 കുറവാണ്. അപ്പോൾ എയുടെ പൊസിഷൻ എവിടെയാണ്? എ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിന് പുറത്താണ്. AB ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ സിയുടെ പൊസിഷൻ നോക്കണം. സിയുടെ ആംഗിൾ എന്താണ്? ലെസ് ദാൻ 90 ആണ്, 90 കുറവാണ്. സോ സിയുടെ പൊസിഷൻ എവിടെയായിരിക്കണം? ഔട്ട്സൈഡ് ദ സർക്കിൾ. AC ഡയമീറ്റർ ആയി സർക്കിൾ വരയ്ക്കുമ്പോൾ ബിയുടെ പൊസിഷൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് AC ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ച് നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബിയുടെ ആംഗിൾ നോക്കിയാൽ മതി. ബി 90 ഡിഗ്രിയാണ്. അപ്പോൾ ബിയുടെ പൊസിഷൻ എന്താ വരിക? ബി ഈസ് ഓൺ ദ സർക്കിൾ. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ സർക്കിൾ ഒന്ന് വരച്ചു നോക്കണം എന്ന് നിർബന്ധമില്ല. അത് നോക്കാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓരോ വേർട്ടെക്സിന്റെയും പൊസിഷൻ അറിയണമെങ്കിൽ ആ വേർട്ടെക്സിന്റെ ആംഗിൾ എത്രയാന്ന് നോക്കിയാൽ മതി. SSLC 2019 ക്വസ്റ്റ്യൻ ആണിത്. ചിത്രം ശ്രദ്ധിക്കുക. AB is the diameter of the circle. D is a point on the circle. Angle ACB plus angle ADB plus angle AEB is equal to 270 degree. Measure of 1 mm angle ACB, angle ADB, angle AEB is 110 degree. Write the measures of angle ADB, angle ACB and angle AEB.
എ ബി വൃത്തത്തിന്റെ വ്യാസവും ഡി വൃത്തത്തിലെ ബിന്ദുവുമാണ്. കോൺ എ സി ബി പ്ലസ് കോൺ എ ഡി ബി പ്ലസ് കോൺ എ ഇ ബി സമം 270 ഡിഗ്രി. കോൺ എ സി ബി, കോൺ എ ഡി ബി, കോൺ എ ഇ ബി എന്നിവയിൽ ഒന്ന് 110 ഡിഗ്രി ആണെങ്കിൽ ഈ ഓരോന്നിന്റെയും അളവുകൾ എഴുതുക. നിങ്ങൾ ചിത്രം ശ്രദ്ധിക്കുക. എ ബി ഡയമീറ്റർ ആണ്. ഓക്കെ. സി വൃത്തത്തിനുള്ളിലെ പോയിന്റ് ആണ്. ഡി വൃത്തത്തിൽ തന്നെയുള്ള പോയിന്റ് ആണ്. ഈ വൃത്തത്തിന് പുറത്തുള്ള പോയിന്റ് ആണ്. സി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ഡി ഈസ് ഓൺ ദ സർക്കിൾ, ഇ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ. അപ്പൊ നമുക്ക് അറിയാവുന്ന എന്താണ്? ഓൺ ദ സർക്കിൾ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായാലും എന്താണ് തരണമെന്നില്ല, നമുക്കറിയാം അത് 90 ഡിഗ്രിയാണ്. ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. സോ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നത് എന്തായാലും എന്താണ് 90 ഡിഗ്രി ആണ്. കാരണം റീസൺ എഴുതാം, ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ അർദ്ധവൃത്തത്തിലെ കോൺ. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ 3 ആംഗിൾസിൽ ഒന്ന് 110 ഡിഗ്രി ആണ്. അപ്പൊ ഒന്ന് നമുക്കറിയാം 90 ഡിഗ്രിയാണ്. സോ മറ്റു രണ്ടെണ്ണത്തിൽ ഒന്ന് 110 ഡിഗ്രിയാണ്. അതേതാണ് വരി? 110 ഡിഗ്രി 110 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ്. അപ്പോൾ 90 ഡിഗ്രിയേക്കാളും കൂടുതലാകണമെങ്കിൽ ആ വേർട്ടെക്സ്, ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വേർട്ടെക്സ് സർക്കിളിന്റെ പുറത്തായിരിക്കണമോ അകത്തായിരിക്കണമോ? സർക്കിളിന്റെ അകത്തായിരിക്കണം ആണല്ലോ. സർക്കിളിന്റെ പുറത്താണെങ്കിൽ അത് 90 ഡിഗ്രിനേക്കാളും കുറവായിരിക്കണം. സർക്കിളിന് അകത്താണെങ്കിൽ അത് 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ്. സോ ഈ പോയിന്റ് എന്താ വരിക? ഈ ആംഗിൾ എന്താ വരിക? 110 ഡിഗ്രി. ഓക്കെ. അപ്പൊ നമുക്ക് എഴുതാം സിൻസ് സി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിനുള്ളിലായതുകൊണ്ട് ആംഗിൾ എ സി ബി എന്ന് പറയുന്നതാണ് 110 ഡിഗ്രി. അപ്പോൾ നമുക്ക് മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ കഴിയും. നമുക്ക് തന്നിട്ടുണ്ട് 3 ആംഗിളുകളും ഈ തന്നിരിക്കുന്ന 3 ആംഗിൾ തമ്മിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടണം? 270 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. സോ നമുക്ക് മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ കഴിയും. ഗിവ് വൺ നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ എ ഡി ബി പ്ലസ് ആംഗിൾ എ ഇ ബി എന്ന് പറയുന്നത് 270 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് ആംഗിൾ എ സി ബി എത്രയാണെന്നറിയാം, 110 ആണ്. ആംഗിൾ എ ഡി ബി നമുക്കറിയാം 90 ആണ്. ആംഗിൾ എ ഇ ബി ആണ് കണ്ടെത്തേണ്ടത്. സോ അതങ്ങനെ തന്നെ വെക്കാം. is equal to 270 ഡിഗ്രി. 110ഉം 90ഉം കൂട്ടിയാൽ 200 കിട്ടും. 200 ഡിഗ്രി പ്ലസ് ആംഗിൾ എ ഇ ബി ഈസ് 270 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഇ ബി എത്രയായിരിക്കും? 270യിൽ നിന്ന് 200 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഓരോ ആംഗിളും കണ്ടുപിടിച്ചു. ഇത് 70 ഡിഗ്രി. അപ്പൊ ക്വസ്റ്റ്യൻ തരുമ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് ആ പൊസിഷൻ തന്നെയാണ്. ഇവിടെ 3 ട്രയാങ്കിൾസ് കാണും. 2 വേർട്ടീസസ് ഡയമീറ്ററിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കുക. ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കണം. ഓൺ ദ സർക്കിൾ ആണെങ്കിൽ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. SSLC 2017 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. If we draw circles with the sides of a triangle as diameters, will they pass through the same point inside the triangle? Justify your answer. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും വ്യാസങ്ങളായി വൃത്തങ്ങൾ വരച്ചാൽ അവ ത്രികോണത്തിനകത്തെ ഒരേ ബിന്ദുവിൽ കൂടി കടന്നു പോകുമോ? ഉത്തരം സമർത്ഥിക്കുക. അപ്പൊ ആൻസർ എന്തായാലും യെസ് അല്ലെങ്കിൽ നോ എന്നാണ്. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. റീസണും കൂടെ പറയും. അപ്പൊ നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. നമ്മൾ പ്രത്യേകിച്ച് ഒരു മെഷർമെന്റ് ഒന്നും ഇല്ലാതെ ഒരു ട്രയാങ്കിൾ എടുക്കാം. ഈ ട്രയാങ്കിളിന്റെ 3 സൈഡുകളും വ്യാസമായി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചാൽ ആ 3 സർക്കിൾസും ഒരു പോയിന്റിലൂടെ, അതും ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുമെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഞാൻ കറക്റ്റ് മെഷർമെന്റ് ഒന്നും എടുത്തിട്ടല്ല, ഇങ്ങനെ ഒരു ഇത് ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു.
അതേപോലെ തന്നെ അതിനെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ രണ്ടാമത്തെ സൈഡ് വ്യാസമായിട്ടൊരു സർക്കിള്, ഈ രണ്ട് സർക്കിളിനെ ടച്ച് ചെയ്ത പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ സൈഡ് വ്യാസമായിട്ടുള്ള മറ്റൊരു സർക്കിളും കൂടെ ഞാൻ വരയ്ക്കുക. അപ്പൊ ഇവിടെ ഈ 3 സർക്കിളും ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ പോയിന്റ് ആദ്യത്തെ സർക്കിളിലെയും രണ്ടാമത്തെ സർക്കിളിലെയും മൂന്നാമത്തെ സർക്കിളിലെയും പോയിന്റ് ആണ്. അപ്പം ഇത് ഡയമീറ്റർ ആണ്. ഈ ഓരോ സൈഡുകളും ഡയമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം, ഇവിടെയുള്ള ആംഗിളും 90 ഡിഗ്രി ആയിരിക്കണം, ഇവിടെയുള്ള ആംഗിളും 90 ഡിഗ്രി ആയിരിക്കണം. അതായത് നടുവിലത്തെ പോയിന്റിൽ ചുറ്റും നമുക്ക് 3 ആംഗിൾസ് കാണാം. ആ 3 ആംഗിൾസും എത്ര വീതമായിരിക്കണം? 90 വീതമായിരിക്കണം. ഓക്കെ, നമുക്കറിയാം ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസ് എത്രയുണ്ടോ അതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാ വേണ്ടത്? 360 ഡിഗ്രിയാണ് വേണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 പ്ലസ് 90 പ്ലസ് 90 ചെയ്യുമ്പോൾ 270 കിട്ടുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിളിന്റെ സൈഡുകളും ഡയമീറ്റേഴ്സ് ആയിട്ട് സർക്കിൾസ് വരച്ചാൽ അവ ട്രയാങ്കിളിന്റെ അകത്തുള്ള ഒരു പോയിന്റിൽ കൂടി കടന്ന് പോകില്ല. നമ്മൾ ഫെയർ ആയിട്ട് തന്നെ കറക്റ്റ് മെഷർമെന്റ് എടുത്ത് വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ കടന്നു പോകില്ല. അതിന്റെ റീസൺ എന്താണ്? അങ്ങനെ കടന്നു പോയാൽ, പോകുമെന്ന് കരുതുക, അങ്ങനെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് ഓരോ സർക്കിളിലുള്ള ആംഗിൾസും 90 ഡിഗ്രി വീതമായിരിക്കും. സോ ആ പോയിന്റിന് ചുറ്റും 3 90 ഡിഗ്രീസ് വരും. അത് 3 കൂട്ടിയാൽ 270 ഡിഗ്രിയാണ് വരിക. എന്നാൽ ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ അളവുകളുടെ തുക വരേണ്ടത് 360 ഡിഗ്രിയാണ്. സോ ആ ഒരു റിസൾട്ടിനെ ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നതല്ല ഈ 3 സൈഡുകളും ഡയമീറ്റേഴ്സ് ആയി വരയ്ക്കുന്ന സർക്കിൾസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആൻസർ എഴുതാം. നമ്മൾ ആണോ അല്ലയോ എന്നാണ് പറയേണ്ടത്. സോ നമ്മൾ ആണ് എന്ന് എടുക്കുന്നു. സപ്പോസ് ഇഫ് വി ഡ്രോ സർക്കിൾസ് with the sides of a triangle as diameters, they will pass through the same point inside the triangle. നമ്മളത് ശരിയാണെന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് ത്രികോണത്തിന്റെ 3 വശങ്ങളും വ്യാസങ്ങളായി വരയ്ക്കുന്ന വൃത്തങ്ങൾ ത്രികോണത്തിനകത്തെ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ഡയമീറ്ററായ ട്രയാങ്കിളിനകത്തെ പോയിന്റ് 90 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് ഇത് സെമി സർക്കിൾ ആണ്. ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ദെൻ. അങ്ങനെയാണെങ്കിൽ അത് യെസ് ആണെങ്കിൽ, ഒരു പോയിന്റിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈച്ച് സൈഡ് ഓഫ് ട്രയാങ്കിൾ makes 3 semicircles and at the common point each angle will be 90 degree. The reason, angle in the semicircle is 90 degree. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ത്രികോണത്തിന്റെ ഒരു
വശം വ്യാസമായ ത്രികോണത്തിനകത്തെ അർദ്ധവൃത്തത്തിലെ ആ ബിന്ദു വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന കോണിന്റെ അളവ് എത്രയായി വരിക? 90 ഡിഗ്രിയാണ്. കാരണം അർദ്ധവൃത്തത്തിലെ കോണിന്റെ അളവ് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്രയുണ്ടാവും? 90 പ്ലസ് 90 പ്ലസ് 90 270 ആണ് കിട്ടുക. Therefore, sum of angles around this common point is 90 plus 90 plus 90 is equal to 270 degree. ഇത് കറക്റ്റ് അല്ല നമുക്കറിയാം. ബട്ട് we know that sum of angles around a point is 360 ഡിഗ്രി. ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള ആകെ കോണളവ് 360 ഡിഗ്രി ആയിരിക്കും. അത് നമുക്ക് അറിയാവുന്നതാണ്. ഈ വസ്തുത പരിഗണിച്ചാൽ ഇവിടെ ത്രികോണത്തിനകത്തെ പൊതുവായ ബിന്ദുവിന് ചുറ്റുമുള്ള ആകെ കോണളവ് നമുക്ക് കിട്ടുന്നത് 270 ഡിഗ്രി മാത്രമേ ആകുന്നുള്ളൂ. Therefore നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Therefore ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. Therefore, if we draw circles with the sides of a triangular's diameters, they will not pass through the same point inside the triangle. ഒരു ത്രികോണത്തിനകത്തെ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും വ്യാസങ്ങളായ വൃത്തങ്ങൾ വരച്ചാൽ അവ ത്രികോണത്തിനകത്തെ ഒരേ ബിന്ദുവിൽ കൂടി കടന്നു പോകില്ല.